കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സ്വാമിമാരിൽ സന്യാസിമാരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളാണ് ഇദ്ദേഹം. ഇത് പാലയ്യൻ സ്വാമികൾ. ഞങ്ങളിന്ന് സ്വാമിയുടെ അടുക്കലാണ്, സ്വാമിയുടെ വസതിയിലാണ് ഞങ്ങളുള്ളത്. പ്രായം ഏതാണ്ട് 80-നും 90-നും ഇടയ്ക്കാണ് സ്വാമികൾക്ക്. ദേവി ഉപാസനയിലൂടെ പാലയ്യൻ നാടാറെന്ന പാലയ്യൻ സ്വാമികളിലേക്ക് എത്തിയ കഥ വളരെ വലുതാണ്. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ വേണ്ടത്ര അറിയപ്പെടാതെ പോയ സ്വാമിജി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഹൈന്ദവ മുന്നേറ്റ യാത്ര നടത്തിയ വീരനായകൻ. നിരവധി തവണ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. വർഗീയ സംഘടനമോ സംഘർഷമോ നടക്കുന്ന മേഖലകളിൽ നിർഭയം കടന്നു ചെന്ന് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഭാരതാംബയുടെ മക്കളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വെച്ച് ശാസിക്കുന്ന ധീരനായ ശ്രേഷ്ഠനായ സ്വാമിജി. ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ മക്കളായ രാജീവനും സജീവനും, അതായത് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ ലാളിച്ച ഓർമ്മകൾ എന്നും മധുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപും മുഖ്യമന്ത്രി ആയതിനു ശേഷവും കാൽ തൊട്ട് വന്ദിച്ച അനുഗ്രഹം വാങ്ങിയത് ഈ സ്വാമികളിൽ നിന്നുമാണ്. സ്വാമികൾ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് വെള്ളറട ആറാട്ടുകുഴി കാക്കതൂക്കി എന്ന സ്ഥലത്ത് ലളിതമായ ജീവിതം നയിക്കുന്ന സാധുക്കളിൽ സാധുവായ പാലയ്യൻ സ്വാമി. ഒരിക്കൽ നിരവധി ഹിന്ദു സംഘടനകളുടെയും VHP ഉൾപ്പെടെയുള്ള നിരവധി ഹിന്ദു സംഘടനകളുടെ സജീവ സാന്നിധ്യവും ജീവനാടിയും മുഖവുമൊക്കെ ആയിരുന്ന സ്വാമിജി ഇപ്പോൾ സ്വന്തം വീട് തന്നെ ആശ്രമമാക്കി കഴിഞ്ഞു പോവുകയാണ്. സ്വാമിജിക്ക് ഒരാഗ്രഹം മാത്രം ഇനിയും ബാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നുകൂടി കാണണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നുകൂടി കാണണം. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ കേരളത്തിലെ BJP സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. കണ്ടത് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് 2 മലയാള സ്ത്രീകൾ അവിടെ വിട്ടിട്ടുണ്ട്. അപ്പൊ അവർ ഞാൻ മലയാളത്തിൽ പറയുന്നതിന് അവർ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരിക്കൽ നടന്ന കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രി ആയ ദേശം, അങ്ങനെ മുഖ്യമന്ത്രി ആയ ദേശം. അപ്പോ ഞാൻ അവിടെ ചെന്നിങ്ങനെ പറഞ്ഞ ശേഷം അങ്ങനെ എന്നോട് പ്രസിഡന്റ് ആയിരിക്കാൻ പറഞ്ഞു. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കില്ല, എനിക്കിങ്ങനെ ഞാൻ ഉടനെ പറഞ്ഞത് ഈ പിള്ള കുട്ടിയൊക്കെ ഉണ്ട്, കുടുംബമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണം. പിന്നെ അവിടെ വിവാഹങ്ങളൊക്കെ അന്ന് കല്യാണങ്ങളൊക്കെ ഇവിടെ വരും, വല്ലതൊക്കെ കഴിക്കണം, അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്താ സ്വാമിയുടെ ഇഷ്ടം. പക്ഷെ സ്വാമി ഇവിടെ അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ മക്കൾ 2 പേരുണ്ട് അവിടെ സജീവനും രാജീവനും എന്ന് പറഞ്ഞു. അവര് എന്റെ കാലിൽ തൊട്ട് അവര് അയ്യോ അപ്പച്ചി എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞ അറിയാം, എന്റെ അമ്മ പറഞ്ഞറിയാം എന്ന് അവര് നിർബന്ധമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോലെ ഞാൻ ഇവിടെ ഒരു ചെറ്റക്കുടലും താമസിച്ച് അന്ന് ഇവിടെ കല്യാണങ്ങൾ ധാരാളം വരും. അതുകൊണ്ടാണ് ഞാൻ തീരെയും വന്നത്. അത് അങ്ങ് പൂക്കളി വരുന്നു. അപ്പൊ ഇവിടേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ നമ്മളിപ്പോ ഭേദമില്ല, നമുക്ക് രാഷ്ട്രീയം എന്നുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ എല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ 3 പേര്, ക്രിസ്ത്യാനിയും മുസ്ലിമിന് നമ്മൾ ഹിന്ദുവിന്, ഇങ്ങനെ 3 പേരെയും പിടിച്ച് ഞാൻ ഇന്ത്യ മുഴുക്ക പ്രസംഗിച്ചിട്ടുണ്ട്. വർഷകാലങ്ങളായി, ഒരുപാട് വർഷങ്ങളായി. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ഒരു പക്ഷഭേദവും എനിക്കുണ്ടാവില്ല എന്നുള്ളത് അവിടെയുള്ള ചില ആളുകൾക്ക് അറിയാം. ആരെങ്കിലും എന്നെ എതിർത്ത് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവർ പറയടാ അദ്ദേഹത്തിന് അങ്ങനെ പക്ഷഭേദമില്ല, ജാതി മതമില്ല, മനസ്സിലല്ലേ, അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള കാര്യം അങ്ങനെ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് നടന്ന ആളാണ് ഒരു കാലത്ത്. എന്റെ 14-15 വയസ്സുള്ള നരേന്ദ്രമോദി ഇപ്പോഴും അങ്ങനെ ആളയക്കുകയാണ്. അപ്പോഴപ്പോഴാ ഞാൻ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും തുമ്പൊക്കെ ചെയ്യും. അപ്പൊ അറിയാതിരിക്കും അവിടുത്തെ അവിടെ 2 പെണ്ണുങ്ങൾ, മലയാള പെണ്ണുങ്ങൾ വിട്ടിട്ടുണ്ട്. അങ്ങേർക്ക് ഹിന്ദിയെ അറിയാവും ഉള്ളത്. എനിക്ക് ചാർജ് ആപ്പിച്ചു എന്നെ അവിടെ ഒരു ദിവസം പോയപ്പോഴും സ്വാമിജി നിങ്ങൾ ഇതിനെ കൂടെ ഇരിക്കണം, നിങ്ങൾ പുരാതനമായിട്ടുള്ള ആളാണ്, എനിക്ക് ജ്ഞാന സൃഷ്ടിയിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ കല്യാണ കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ വരും, അതുകൊണ്ടുള്ള ജീവിതങ്ങളും പിന്നെ കുടുംബവും ഒക്കെ ഉണ്ട് എന്നൊക്കെ, ഭാര്യയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്വാമിയുടെ ഇഷ്ടം പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങേര് വണ്ടി കയറ്റി കൊണ്ട് വിട്ടിട്ട് പോയി. അവര് തന്നെ നരേന്ദ്രമോദിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ അങ്ങേര് ഇദ്ദേഹം ഇവിടെ എനിക്കൊന്നും നോക്കിയുള്ളൂ എന്ത് അങ്ങനെ എന്നെ അപ്പോഴും ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും എന്നെ വല്ലതൊക്കെ 2,000 രൂപത്തെ തരും. അതുകൊണ്ടുള്ള ജീവിതമാണ് ഇവിടെ, ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രഹ്മചാരിയാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് പറയുന്നത് സ്വാമി പറയണ സ്വാമിക്ക് മോഡിയെ ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അപ്പൊ അത്
ഒന്ന് സാധിക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അങ്ങേര് നിനക്ക് അങ്ങേര് ഇപ്പഴും ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ കാട്ടാക്കട വന്നല്ലോ അടുത്ത സമയത്ത്, അപ്പോൾ ഒന്ന് നോക്കിയില്ലേ കാണാൻ പറ്റുമെന്ന് ശ്രമം പാർട്ടിക്കാരുടെ താരത്തിലൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കാട്ടാക്കട ഇടയ്ക്ക് മോഡിജി വന്നിട്ട് പോയല്ലോ. കാട്ടാക്കട വന്നപ്പോ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയാരി പോകുന്നതിന് അങ്ങനെ കയറിപ്പോയി. അങ്ങനെ അറിയുന്നില്ല, ഞാൻ പോണ കാര്യം അറിയണില്ല. അവിടെ വഴി വെച്ചിട്ട് ആളുകൾ പറഞ്ഞു സ്വാമി എവിടെ പോണ്, ഞാൻ പറഞ്ഞു മോഡി നോക്കാൻ. മോഡി വന്നിട്ട് പോയല്ലോ, പോയിട്ട് മണിക്കൂർ കണ്ടായല്ലോ സ്വാമി. പിന്നെ പൊട്ടു തന്നെ ഞാൻ തിരിച്ചു പോകും, മനസ്സിലായില്ല. അപ്പൊ അത് അങ്ങേർക്ക് എന്നെ ചാർജ് ചെയ്യിപ്പിക്കണം, ഞാൻ അങ്ങനെ ചാർജ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് ഞാൻ അങ്ങേരുടെ മക്കൾ 2 പിള്ളേരുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ മക്കൾ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ ദാരിദ്ര്യപ്പെട്ട് കഴിയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അവർ വിചാരിക്കും ഞാൻ വലിയ പ്രഭുവായിട്ടിരിക്കുകയാണ്. എനിക്കിവിടെ 6 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്, അത് പിള്ളേരൊക്കെ കൂടെ താമസിക്കുകയാണ്, അനുഭവിക്കണം. ഞാൻ എടുക്കില്ല, ഒന്നും എടുക്കില്ല. അവരോട് എനിക്ക് ആഹാരങ്ങളൊക്കെ കൊണ്ട് ഏതാണ്ട് ആ റേഷനാണ് ആഹാരങ്ങൾ. അതുകൊണ്ട് എനിക്ക് ആ റേഷൻ അതുകൊണ്ട് അത് റേഷൻ എനിക്ക് സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് അന്നേ തരുന്നതാണ്. അതിപ്പോഴും എനിക്ക് മാസം തോറും കൊണ്ടെത്തിക്കും അവര് റേഷൻ സാധനങ്ങൾ. അത്രയും അങ്ങനത്തിലുള്ള സാധനങ്ങൾ അത്രയും കൊണ്ടെത്തിക്കും. മരമ്പതിയിലെ സ്വാമിജിയുടെ അടുത്താണ് നമ്മളുള്ളത്. സ്വാമിജിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പ്രാവശ്യം ഒന്ന് നേരി കാണണമെന്നാണ് സ്വാമിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം സ്വാമി അതിന് വേണ്ടിയിട്ട് മോഡിജി കാട്ടാക്കട അടുത്ത കാലത്തൊക്കെ പോയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം പോയി എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിത് ഈ വിവരം അദ്ദേഹത്തിൻ്റെ സെല്ലിലോട്ട് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വാമിയുടെ ഒരു ആഗ്രഹമാണ് മോഡിജി ഒന്ന് നേരിൽ കാണണം. അപ്പോൾ അതിനുള്ള ഒരു അവസരം എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയുടെ സെല്ലിൽ നേരിട്ടോ അല്ല ബി.ജെ.പിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒരു അവസരം ഒരുക്കി കൊടുത്താൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. കാരണം മുമ്പൊരിക്കൽ സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടുള്ള ആളാണ് മോഡിജി. അദ്ദേഹം പലപ്പോഴും മോഡിജി മുമ്പ് അവിടെ വെച്ച് തന്നെ പല സ്ഥാനങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. സ്വാമിജി ഒന്നും പോകാതെ വീടും കാര്യങ്ങളും സ്വാമിയുടെ ആശ്രമവും അമ്പലമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയായിരുന്നു. ഇപ്പോൾ സ്വാമിജിക്ക് ഒരു ആഗ്രഹമുണ്ട്. സ്വാമിജിക്ക് പുറത്തോട്ട് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും വയ്യായികയിൽ കൂടി സ്വാമിജി പിന്നെ കാട്ടാക്കട വരെ എത്തി മോഡിജിയെ കാണാതെ മടങ്ങിപ്പോയി. അപ്പോൾ അത് ഇങ്ങനൊരു കാര്യം നടന്നാൽ നമുക്കും അത് വളരെ ഒരു സന്തോഷമാണ്. കാരണം നമുക്കൊരു സ്വാമിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ള ഒരു നമുക്കും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ വീഡിയോ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടെ വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്.